16 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വാൻകൂവറിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? ഇത് 2022 ജൂൺ 29 തീയതി ഞങ്ങൾ പോയ ഒരു ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി മാത്രം. പക്ഷേ ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടത്. ഇത് ഫുള്ളൊന്നുമില്ല, കാരണം അന്ന് നമുക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മൊമെൻറ്റ് പോലെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. 16 മണിക്കൂർ ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു കെലോണയിൽ. അതുകൊണ്ട് കെലോണയിൽ ഒരു ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത്, ഹോളിഡേ ഇൻ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണുക, അത്ര നല്ല വ്യൂ പോയിന്റ്സ് ആണ് കേട്ടോ. നല്ലൊരു ഉറക്കം പാസ്സാക്കി എഴുന്നേറ്റ് സൂവിലേക്ക് പോകാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ ഉള്ള രംഗമാണ് കേട്ടോ ഇത്. Good. ഇത് തിരിഞ്ഞു നോക്കിയാ ഓടും. ഇങ്ങോട്ട് പോരെ തൊടണ്ടാട്ടോ, എന്നാ ടച്ചിങ്. റോണു അങ്ങനെ ചെയ്യല്ല കേട്ടോ. നോ സ്കേറി. അരുബാ ഇനി നടക്ക്, കാരണം അപ്പിയുണ്ട് ഇതിലൂടെയൊക്കെ. അതിന് ചെയ്യല്ല കേട്ടോ. ബേബിയാ നടക്കണേന്റെ ഒരു വീഡിയോ എടുക്കാൻ നല്ലതാണ്. ഈ സാധനം, ഈ വലിയ സാധനം ഇല്ലേ ഇങ്ങനത്തെ. കെലോണയുടെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്ന് തന്നെയാണ് കേട്ടോ ഈ ഒരു സൂ എന്ന് പറയുന്നത്. അവിടെയുള്ള വിവിധ തരത്തിലുള്ള മൃഗങ്ങൾ തന്നെയാണ് അവിടുത്തെ അട്രാക്ഷൻ. അതിലൊന്നാണ് കേട്ടോ ഈ ഒരു വെള്ള മയില്, പിന്നെ വരുന്നത് വെള്ള കങ്കാരു. ഇതൊക്കെ നമുക്ക് പുതുമയുള്ളതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബേർഡ്സിന്റെ സെക്ഷനിൽ പോയാലും വിവിധ തരത്തിലുള്ള വിവിധ കളറിലുള്ള പാരറ്റ്സ്, പോരാത്തതിന് അവിടെ ലവ് പാരറ്റ്സ് വരെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നതാ ഈ ഒരു ടെലിഫോൺ ബൂത്താണ് കേട്ടോ. പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് നമ്മൾ നേരെ പോയത് ഈ ഒരു വാട്ടർ ഫ്രണ്ട് പാർക്കിലേക്കായിരുന്നു. അടിപൊളി പാർക്കെന്ന് തന്നെ പറയാം, കാരണം അത്ര ക്ലീൻ ആൻഡ് നീറ്റ് ബീച്ച് ഉണ്ടായിരുന്നു. അതിന് ചുറ്റും നടക്കാനായിട്ട് അടിപൊളി ഒരു സ്പേസ് ഉണ്ടായി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗാർഡനും സെറ്റ് ചെയ്തിരുന്നു. എല്ലാം കൊണ്ടും നല്ല കാം എൻവയോൺമെൻറ്റ്. അവിടുന്ന് പിന്നെ ഒരു 7-8 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്നത് വാൻകൂവറിലേക്കാണ് കേട്ടോ. വാൻകൂവറിലെത്തി അങ്കിളിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ ആദ്യം പോകുന്നത് കാനഡ പ്ലേസ്, ഫ്ലൈ ഓവർ കാനഡ എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മളൊരു ഫ്ലൈറ്റിലിരുന്ന് കാനഡയിലെ ബ്യൂട്ടിഫുൾ പ്ലേസസ് എല്ലാം കാണുന്ന ഒരു ഫീലാണ് കേട്ടോ. അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ അലൗഡ് ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് സ്റ്റാൻലി പാർക്കിലുള്ള അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി ഇതാ നിങ്ങൾ തന്നെ കണ്ടോ. Starfish is a fish too. It's a fish too. Looks like carrot, yeah. ചെമ്മീനാണത്. Yeah. Oh my god. അതല്ല അത് പ്രോൺസ്. അതൊന്നും wow, see. Fish. ഒരു ഡിഫറെന്റ് വെറൈറ്റി ഇല്ലേ ഇതിന്. മുള്ളമ്മന്നിയുടെ ഒക്കെ ഒരു സ്റ്റൈൽ ഓഫ് ഫിഷ്. Something else. I don't know. It's a Sharpie thing. Sharpie. ഓ ഇത് അവിടെ കണ്ടോ ഒരു ഞണ്ട് പോലത്തെ ഒരു സാധനം ഇരിക്കണേ. വാൻകൂവറിലെ തന്നെ ഹൈലൈറ്റ് പ്ലേസസിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു അക്വേറിയം. 2-2.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനുള്ള അത്രയും കാഴ്ചകളാണ് ഇവിടെ അവർ ഒരുക്കിയിട്ടുള്ളത്. ഇത് കാനഡയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അക്വേറിയം കൂടിയാണ് കേട്ടോ. 65,000-ന് മുകളിൽ ഫിഷുകൾ ഇവിടെ ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ട ഒന്നാണ് കേട്ടോ. പിന്നെ ഞാനും അമ്മയും ചിക്കുവും ആദ്യമായിട്ട് കാനഡയിലേക്ക് 2009 വന്നപ്പോൾ ഞങ്ങളൊരു 3 വർഷത്തോളം താമസിച്ചത് ഈ വാൻകൂവറിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാൻകൂവറിലെ അത്യാവശ്യം ഹൈലൈറ്റ് പ്ലേസസ് എല്ലാം തന്നെ കണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് പുതുമയല്ല, പക്ഷെ റോയ്സിനും റോണുവിനും ഐറൂട്ടിക്കും ഒക്കെ ഇത് പുതിയ കാര്യമായിരുന്നു. അവർ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വെറൈറ്റീസ് ഫിഷസിനെ കാണുന്നത്. അവരൊരു അക്വേറിയത്തിൽ പോകുന്നതും ഒക്കെ ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈവൻ റോയ്സിനും വലിയ വലിയ മീനുകളെയും ചെറിയ മീനുകളെയും ഒക്കെ കണ്ടത് പിള്ളേർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ.
പിന്നെ ഇവിടെ ഒരു 4D തിയേറ്റർ, അത് പുതുതായിട്ട് വന്ന, അന്ന് ഞങ്ങൾ പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ അത് പുതുതായിട്ട് വന്നതുകൊണ്ട് തന്നെ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തു. അന്നാണ് കേട്ടോ ശരിക്കും 4D തിയേറ്റർ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ കേട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ടുപോയി ആ ഒരു നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാനും പറ്റി. അതിൻ്റെ സ്മെല്ലായിക്കോട്ടെ, മഴ പെയ്തപ്പം ഉള്ള സ്പ്രേ ആയിക്കോട്ടെ, കാറ്റായിക്കോട്ടെ എല്ലാം. പിന്നെ ഈ ഒരു ഫിഷ് ഞാൻ എവിടെയോ നാട്ടിൽ കണ്ട് നല്ല പരിചയം, പക്ഷെ പേര് മറന്നുപോയി. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് പേരിട്ടേരെ കേട്ടോ. But there is monkeys in. Awesome. The monkey. The monkey. Yeah. Seals. Oh no. Yeah, it's sea lions. Seal. പണ്ട് കാലത്ത് ഞാൻ ഇതിനെ വിളിച്ചോണ്ടിരുന്നത് ഡോൾഫിൻ എന്നായിരുന്നു കേട്ടോ. പിന്നീട് വളർന്നപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പേര് സീ ലയൺ എന്നാന്നുള്ളത്. ആരും കളിയാക്കരുത്, കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ. എന്തായാലും അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ക്യാപിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടിപൊളി ഒരു തൂക്കുപാലം. ചെന്ന പാടെ കുറേ ഫോട്ടോസ് ചറ പറയാന്ന് അങ്ങ് എടുത്തു കൂട്ടി. അതുകൊണ്ട് തന്നെ നിങ്ങളും അത് കണ്ടോ. Slowly. രാത്രി ലൈറ്റ് ഉണ്ട് കേട്ടോ. കാരണം ലൈറ്റ് വെച്ചാലുണ്ടോ. Guys, come on, it's wiggly. Here comes to there, right? Let's go up this way. നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുമ്പോൾ ഐറൂട്ടിക്ക് 2.5 വയസ്സും റോങ്കുട്ടന് 5.5 വയസ്സുമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന വീഡിയോസൊക്കെ നമ്മൾ എടുത്തത്, പക്ഷെ കുറേയൊക്കെ മിസ്സായപ്പോൾ ഉള്ളതെല്ലാം കൂടെ വെച്ചിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്യുന്ന അവർക്ക് പിന്നീട് ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ക്യാപിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് പണിതിരിക്കുന്നത് ക്യാപിലാനോ റിവറിന്റെ മുകളിലൂടെയാണ് കേട്ടോ. 230 അടി ഉയരത്തിലും 450 അടി നീളത്തിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 75 ഒത്ത ആനകളെ താങ്ങാനുള്ള കപ്പാസിറ്റി ഈ തൂക്കുപാലത്തിനുണ്ടെന്നാണ് കേട്ടോ അവർ പറയുന്നത്. എന്തായാലും ഈ തൂക്കുപാലത്തിലൂടെ നടന്ന് ചെല്ലുന്ന ഒരു ഫോറസ്റ്റിലേക്കാണ്. അവിടെ ട്രീ ടോപ്പ് അഡ്വഞ്ചേഴ്സ് ആണ് ഉള്ളത്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും. പിന്നെ അവിടെയുള്ള മറ്റൊരു അത്ഭുതമാണ് ക്ലിഫ് വാക്ക്. ചെറിയൊരു പേടിയോടെ മാത്രമായിട്ട് അതിലെ നടക്കാൻ പറ്റൂ, കാരണം അത് അത്രയും നാരോ പാസേജ് ആണ്. റോങ്കുട്ടിന് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ 2.5 വയസ്സായ ഐറൂട്ടി നല്ല അതീവ ധൈര്യശാലിയായിരുന്നു കേട്ടോ. Going to the cliff walk. I'm scared of it. That's okay. It's not moving, so you are fine. Yeah, you're gonna. ഞാൻ വീഡിയോ എടുക്കണേ. Go, Papa! Go go go. കൈയിടില്ല കൈയിടില്ല. ഇല്ല മോനെ, it's not moving. You can go. It's fine. I'm at the back. You're good, okay? ക്ലിഫ് വാക്കിന്റെ തൊട്ട് മുമ്പ് വെച്ച് വീഡിയോ തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ അവിടുത്തെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യാം. ഉള്ളത് കുറേയൊക്കെ ഈ പറഞ്ഞതുപോലെ മിസ്സായി പോയി. ഇതൊക്കെ എവിടെ പോയി എങ്ങനെ പോയി എന്ന് ഒരു പിടിയില്ല. നമ്മൾ വളരെ കുറച്ച് യാത്രകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ പണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ. എന്ത് ചെയ്യാനല്ലേ, അന്നേ യൂട്യൂബൊക്കെ തുടങ്ങേണ്ടതായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അന്നത്തെ കുഞ്ഞാപ്പിയുടെയും റോങ്കുട്ടൻ്റെയും ചെറിയ ചെറിയ വാക്കുകൾ, കരച്ചിൽ, ബഹളം ഇതെല്ലാം എനിക്ക് മിസ് ചെയ്തു. ആ ക്യൂട്ട്നെസ് എന്തെങ്കിലും ആവട്ടെ. നടന്ന് ക്ഷീണിച്ച് അവശരായി ഞങ്ങൾ പോകുന്നത് ഫെറി പിടിക്കാനാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫെറിയിലൊക്കെ കയറുന്നത്. നമ്മുടെ കാർ ഉൾപ്പെടെ 100 കണക്കിന് കാറുകളായിരിക്കും ഇതിനകത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് മുകളിൽ പോയിരിക്കുക, അതും അല്ലെങ്കിൽ ടോപ്പിൽ വരെ പോവാട്ടോ. ഒരു സ്മോൾ ക്രൂസ് ഷിപ്പ് പോലെ തന്നെയായിരുന്നു ഇത്. നമ്മളീ പോകുന്നത് വിക്ടോറിയയിലേക്കാണ് കേട്ടോ. അവിടെ 1-2 ഹൈലൈറ്റ് പ്ലേസസ് കാണാൻ വേണ്ടി. ലേറ്റായി പോയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോകുന്നത് ഹോട്ടലിലേക്കാണ്. പിന്നെ ഇന്ന് കാനഡ ഡേ ആയതുകൊണ്ട് തന്നെ നൈറ്റിൽ ഫയർ വർക്ക്സും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, കണ്ടു നോക്കും. Oh, see? പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റതാ
ഈ ഒരു പാർലമെൻറ്റ് കാണാനാണ് കേട്ടോ നമ്മൾ വന്നത്. ഇത് ബ്രിട്ടീഷ് കൊളംബിയയിലെ പാർലമെൻ്റ് ആണ്. ഇവിടെ 45 മിനിറ്റാണ് ഇൻസൈഡ് ടൂർ ടൈം നമുക്ക് തരുന്നത്. പക്ഷെ ഞങ്ങൾ പോയത് സാറ്റർഡേ ആയതുകൊണ്ടും അവധി ദിവസം ആയതുകൊണ്ടും നമുക്കിത് കിട്ടിയില്ല. ഇത് നോർമലി മൺഡേ ടു ഫ്രൈഡേ മാത്രമാണ് കേട്ടോ ഓപ്പൺ ആക്കി കൊടുക്കാറുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിത് മിസ്സായി. പക്ഷെ സാരമില്ല, ഇനി ഒരു പോക്കിൽ അതിൻ്റെ അകം കൂടി കാണാൻ പറ്റുന്നൊരു ദിവസം നോക്കിയേ ഞാൻ പോകുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കധികം സമയമൊന്നും ഇന്നത്തെ ദിവസം വിക്ടോറിയയിൽ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. 3 മണിക്കാണ് നമുക്ക് തിരിച്ചുള്ള ഫെറി. അപ്പോൾ 1 മണിക്ക് നമ്മൾ അവിടെ എത്തണം. അതുകൊണ്ട് തന്നെ എടി പിടിയിന്ന് കണ്ടു തീർക്കാനുള്ളത് മാക്സിമം വേഗം കണ്ടു തീർക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ഒരു പാർലമെന്റിന്റെ പ്രത്യേകതയാണ് കേട്ടോ ദാ ഈ ഒരു വാട്ടർ ഫൗണ്ടൈൻ. നമുക്കധികം സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിനി വേഗം ബുച്ചാർഡ് ഗാർഡനിലേക്ക് പോയാലോ അല്ലേ. ഇത് ബുച്ചാർഡ് ഗാർഡൻ ആണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ മിസ്സായി, എവിടെയൊക്കെയോ പോയി. എന്തായാലും സാരമില്ല. ഇത് BCയിലെ അനദർ അട്രാക്ഷൻസ് തന്നെയാണ് കേട്ടോ. ഇത് വിക്ടോറിയയിൽ വന്നവരാരും എനിക്ക് തോന്നുന്നില്ല ബുച്ചാർഡ് ഗാർഡൻ കാണാതെ തിരികെ പോകുമെന്ന്. കാരണം അത്ര മനോഹരമായിട്ടാണ് ബുച്ചാർഡ് ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ പണ്ട് ഊട്ടിയിലൊക്കെ മറ്റേ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടുള്ളൊരു ഓർമ്മ എനിക്കുള്ളൂ. പക്ഷേ ഇത് അതുക്കും മേലെയായിട്ട് എനിക്ക് തോന്നി. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്, അങ്ങനെ നല്ല രസമായിട്ടാണ് ചെയ്തത്. ഒരുപാട് വീഡിയോസൊന്നും നമ്മുടെ കയ്യിലില്ല, പക്ഷെ ഉള്ളത് തന്നെ കണ്ടിട്ട് വീണ്ടും പോകാൻ തോന്നുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക്. ഈ ഒരു ബുച്ചാർഡ് ഗാർഡൻ 55 ഏക്കറിൽ 1904 കേട്ടോ ജെന്നി ബുച്ചാർഡ് എന്നൊരാൾ തുടക്കം കുറിച്ചത്. ഇപ്പോഴും ഇവരുടെ തലമുറകൾ തന്നെയാണ് ഇതിൻ്റെ ഓണേഴ്സ്. 3 ലക്ഷത്തിന് മുകളിൽ വെറൈറ്റീസ് ഓഫ് ടൂലിപ്സ്, ഡഫോഡിൽസ്, ഹയാസിൻസ് അങ്ങനെ തന്നെ ആയിരിക്കില്ലേ അതിനെ വായിക്കുന്നത്. എന്തായാലും അങ്ങനെ വേറെയും കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ചെടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ കൂടാതെ 250 മുകളിൽ വെറൈറ്റീസ് ഓഫ് റോസസ്. ഞാനാണെങ്കിൽ ഈ റോസസിൻ്റെ അഡിക്റ്റാണ്. എനിക്ക് റോസ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ജാപ്പനീസ് ഗാർഡൻ. ഇവിടെ അതൊരു ഹൈലൈറ്റ് പോലെയാണ് കേട്ടോ അവർ വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കാം. ഉണ്ടെങ്കിൽ ഞാനത് പ്ലേസ് ചെയ്തേക്കാം കേട്ടോ. ഉറപ്പൊന്നുമില്ല, ചിലത് മിസ്സായിട്ടുണ്ട്. എന്തായാലും ജാപ്പനീസ് ഗാർഡൻ അത് കാണേണ്ട ഒന്ന് തന്നെയായിരുന്നു. നല്ല രസമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ജൂലൈയിലും ഓഗസ്റ്റിലുമാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇവിടെ വിസിറ്റേഴ്സ് ഉള്ളത്. കാണാനും ഒരുപാടുള്ളത് അപ്പം തന്നെയാണ്. പക്ഷേ ഇത് ഫുൾ ടൈം ഓപ്പൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇത് മുഴുവനായിട്ട് കണ്ടു തീർക്കണമെങ്കിൽ മിനിമം 3 ദിവസമെങ്കിലും വേണം. കാരണം 55 ഏക്കർ ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ആകെ 1.5 മണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ സമയം അനുസരിച്ച്. അതിൽ തന്നെ ഞങ്ങൾ അത്യാവശ്യം ഓടി നടന്ന് കുറേയൊക്കെ കണ്ടു. എന്തൊക്കെയോ കണ്ടു എന്നല്ലാതെ എന്താ കണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് തന്നെ മനസ്സിലായത്. ഈ ഗാർഡനിലെ മറ്റൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് ഈ 2 വൃക്ഷങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് കാണുമ്പോൾ വലിയ പ്രത്യേകതയൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷേ ഇതിന് ഭയങ്കര ഹൈറ്റും ഭയങ്കര വെയിറ്റും ആയിരുന്നു. നല്ല വണ്ണമുള്ള മരങ്ങളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ വണ്ണത്തിലുള്ള വൃക്ഷമൊക്കെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത്. പക്ഷെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ദൈവം സഹായിച്ച ഇനി ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഇത് മുഴുവൻ കണ്ട് ആസ്വദിച്ചിട്ട് വരണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. അത് ദൈവം നടത്തി തരട്ടെ എന്ന് നിങ്ങളും പ്രാർത്ഥിക്കണം. പിന്നെ എന്താ, ഇനിയിപ്പം റോസസും കാര്യങ്ങളും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്, അതുപോലെ ഞങ്ങളുടെ ഫോട്ടോസ് ഇതെല്ലാം കണ്ട് നിങ്ങളും ആസ്വദിക്കൂ. വാട്ടർ ഫൗണ്ടൈൻ ഒരു വല്ലാത്ത വീക്ക്നെസ് ആണെന്ന് എനിക്കറിയാം കേട്ടോ. വാട്ടർ ഫൗണ്ടൈൻ എവിടെയുണ്ടോ അവിടെ വെറുതെ നോക്കി നിന്ന് സമയം കളയാന്നുള്ളത് എൻ്റെ പണ്ടുകാലം മുതലേ ശീലമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇത്രയും കണ്ടു തീർക്കാനുണ്ടായിട്ടും ഞാൻ ആ ഫ്രോഗിൻ്റെ വാട്ടർ ഫൗണ്ടൈൻ കണ്ട് വെറുതെ സമയം കളഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, സാരമില്ല, ഇനിയുള്ളത് കാണാം. എൻ്റെ ബലമായ വിശ്വാസം ഈ ഒരു കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഏഷ്യൻ ഗാർഡൻ ആണെന്ന് തോന്നുന്നു. മറ്റേ ജാപ്പനീസ് ഗാർഡൻ പോലെ ഇതൊരു ഏഷ്യൻ ഗാർഡൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. 2-3 വർഷമായില്ലേ ഗൈസ് പോയിട്ട്, മറന്നുപോയി പലതും. മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പറ്റിയൊന്നുമില്ലെങ്കിലും കണ്ടതും കിട്ടി,
അല്ലേ, എന്തൊക്കെയോ കണ്ടു. എന്തായാലും ആ കണ്ടതുമെല്ലാം വാരിപ്പറക്കി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നേരെ ദേ ഫെറി പിടിച്ചു. ഫെറിയിൽ കയറി കുഞ്ഞിപ്പെണ്ണിൻ്റെയും റോങ്കുട്ടൻ്റെയും കുറേ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയൊക്കെ വീഡിയോസ് മിസ്സായി കേട്ടോ. അതിൽ സങ്കടത്തിൽ ആഴ്ന്നു പൂണ്ടിരിക്കുകയാണ് ഞാൻ. എന്തെങ്കിലും ആവട്ടെ, ദേ അങ്ങനെ ഞങ്ങൾ ഫെറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഫെറിയിൽ നിന്ന് ഇറങ്ങുന്നതും നല്ല രസകരമായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫെറിയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ആൻറ്റിയുടെ വീട്ടിലേക്കാണ് പോയത്. ചെന്നിട്ട് അങ്ങനെ ആൻറ്റിയുടെ അങ്കിളിൻ്റെയും കൂടെ ടൈമൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം നമുക്ക് കാലത്ത് തന്നെ ഇറങ്ങണമായിരുന്നു എല്ലായിടവും കണ്ടു തീർക്കാൻ. അപ്പോൾ ഈ ഒരു ഈവനിങ് ഞങ്ങൾ ആൻറ്റിയുടെ അങ്കിളുടെ മക്കളുടെ ഒക്കെ കൂടെ അങ്ങ് ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം കാലത്ത് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടോ. കാരണം വീട്ടിലേക്കും തിരിച്ച് 16 മണിക്കൂർ തന്നെ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് അവർ ഫാമിലി. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.